ആലുവ ശിവരാത്രിക്കായി മണപ്പുറം ഒരുങ്ങി 10,000-കണക്കിന് ആളുകൾ ഇന്ന് രാത്രി ശിവരാത്രിയുടെ പുണ്യം തേടി മണപ്പുറത്ത് ഒത്തുചേരും. ശിവരാത്രി മണപ്പുറത്തും പുഴയ്ക്കക്കരെയുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1500 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശിവരാത്രി ആഘോഷങ്ങൾക്ക് എത്തുന്ന ആലുവ മണപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ എന്തായാലും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് വരുന്ന ഭക്തർ ഇങ്ങോട്ട് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ശിവരാത്രി ദിനം ആഘോഷിക്കാനും അതുപോലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സജ്ജീകരണങ്ങൾ നിരീക്ഷിക്കാനായിട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ മുഴുവൻ സമയമുണ്ട്. പോലീസിന്റെ വലിയ രീതിയിലുള്ള സന്നാഹം 1500 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ സുരക്ഷയ്ക്കായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരിയാറിന്റെ സൈഡിൽ നമുക്കറിയാം പ്രതിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിതമായി തന്നെ അത് നിർവഹിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശിവരാത്രി വ്രതമാണ് ശിവരാത്രി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം തലേന്ന് മുതൽ അരിയാഹാരം അടക്കം ഉപേക്ഷിച്ച് പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പിന്നീട് ശിവരാത്രി നാളിൽ സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് ശിവരാത്രി ദിനത്തിൽ വിശ്വാസികൾ നടത്തുന്നത്. രാത്രി ഉറക്കമുഴച്ച് ശിവപൂജ ചെയ്തും നാമം ജപിച്ചുവർ കഴിഞ്ഞുകൂടുകയും ചെയ്യും. അതിനായി ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ആലുവ മണപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. എന്തായാലും സംസ്ഥാനത്തും അതിന്റെ ഭാഗമായുള്ള വലിയ സജ്ജീകരണങ്ങളാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവ ശിവരാത്രി മണപ്പുറത്തെ ആഘോഷമാണ്. അതോടൊപ്പം തന്നെ ശിവരാത്രി മണപ്പുറത്തിന് നേരെ എതിർവശത്തുള്ള അദ്വൈതാശ്രമത്തിലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഭക്തജനങ്ങൾ മണപ്പുറത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാനെത്തുകയും അവർക്ക് അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കൊണ്ട് സ്വാഭാവികമായും അവിടെയും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷയിലാണ് ആലുവ നഗരമുള്ളത്. ഭക്തജനങ്ങൾക്ക് വന്ന് ശിവരാത്രി ആഘോഷിച്ചു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.